ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പോകുന്നത് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് അടുത്തൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയായി ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഞങ്ങൾ സിനിമ കാണാനൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന. ബ്രഹ്മയുഗവും പ്രേമലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. ഈ വീക്കെൻഡ് എന്തായാലും വിചാരിച്ചു ഒന്ന് പുറത്തു പോയി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന്. ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിൽ നേരത്തെ 1-2 തവണ ഞങ്ങൾ പോയിട്ടുണ്ട് തുറന്ന സമയത്ത്. ഇപ്പം കുറച്ച് നാളായി അങ്ങോട്ട് പോയിട്ട്. തിരക്ക് കാരണമാണ് മെയിനായിട്ടും പോകാൻ മടിക്കുന്നത്, ഇവിടെ അടുത്താണേലും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തി. അപ്പം പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര വലുതാണ്. ഇതിനകത്ത് തന്നെ കുറേ ദൂരം ഓടിക്കണം പാർക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ലാർജസ്റ്റ് മോൾ ഓഫ് ഏഷ്യയാണ്. അപ്പോൾ പാർക്കിങ്ങും എല്ലാ കാര്യങ്ങളും വലുതാവും. പിന്നെ ഇവിടെ വരാനുള്ള ഒരു മടി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കണം. ഇതിനകത്ത് നടന്നൊരു വഴിക്കാവും. നമുക്കങ്ങ് വെറുത്തു പോവും ഓരോ ഫ്ലോറിലും കയറി ഇത് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരാനുള്ള ദൂരത്തെക്കാട്ടിലും കൂടുതൽ ഈ പാർക്കിങ്ങിനകത്ത് വണ്ടി ഓടിച്ച് അവസാനം പാർക്കിങ്ങിലെത്തി. അടുത്ത് തന്നെ മുകളിലേക്കുള്ള എൻട്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് കിടന്ന് കുറേ കഷ്ടപ്പെടേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വളരെ തിരക്ക് കുറവ് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പോർഷനൊക്കെ ഞങ്ങൾ വന്ന ഇടയ്ക്കെല്ലാം നമ്മളെ അതിനകത്തേക്കൊന്നും കയറ്റത്തില്ലായിരുന്നു. എല്ലാം ഇത് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. സ്റ്റാർബക്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു ഗ്രീനറി സംഭവമില്ലേ, അതിനകത്തേക്കൊന്നും ഇരുത്തത്തില്ലായിരുന്നു. ഇപ്പം പക്ഷെ അതെല്ലാം തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമുക്കതിനകത്ത് കയറി ഇരിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഈ കൂടാരം പോലെ കാണുന്നതെല്ലാം സ്റ്റാർബക്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. കണ്ടോ, അതിൻ്റെ നടുക്കൊക്കെ നമുക്ക് കയറി കുറേ നേരം ഇരിക്കാം. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. പിന്നെ ഈ മുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു തരാം, ഫുള്ളൊരു പച്ചപ്പാണ്. പിന്നെ ഫുഡ് കോർട്ടിൽ പോകുമ്പം പച്ചലകളുടെ നടുക്കൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഒറിജിനലൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ മരങ്ങളൊന്നുമല്ല. പിന്നെ ഭയങ്കര തിരക്ക് കുറവ് എനിക്ക് തോന്നിച്ചു. ഞങ്ങൾ ആദ്യം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളെ കയറ്റിയില്ല ഇതിനകത്ത്. കയറ്റിയില്ലെന്നല്ല, പാർക്കിംഗ് ഒന്നും പറ്റിയില്ല. ഞങ്ങളിതുപോലെ വണ്ടിയിലാണ് വന്നത്. പാർക്കിങ്ങൊക്കെ അത്രയും വലിയ പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്തുമാത്രം ആൾക്കാരുണ്ടായിരുന്നെന്ന്. അപ്പോൾ പാർക്കിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് വഴിയിലൊക്കെ പാർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു. ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങി പോന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച ഞങ്ങൾ ഒരു ഓട്ടോയിൽ വന്ന് ഇതെല്ലാം കണ്ടു. അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടൊക്കെ ഈ കളിക്കുന്നിടമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ തവണ വന്നപ്പം വലിയ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവർക്കും അടുത്ത് കാണും, അല്ലെങ്കിൽ എല്ലാവരും ഇത്രേ ഉള്ളൂ, ഭയങ്കര ലാർജസ്റ്റ് മോൾ ഓഫ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. സാധാരണ നമ്മുടെ ഒരു മോള് പോലെ എന്നുള്ള രീതിയിലൊക്കെ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചുമ്മാ ഒന്ന് കറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്വന്തം സ്റ്റുഡിയോയിലേക്ക് പോയി.
അപ്പോഴത്തേനും വൈകുന്നേരമായി, കുറച്ച് സൺസെറ്റൊക്കെ ആകാറായി. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വരണമെന്ന് വിചാരിച്ചായിരുന്നു ഈ സൺസെറ്റൊക്കെ വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലുംബിനിയുടെ ഭാഗത്തേക്ക്. പക്ഷേ അതിന് പറ്റിയില്ല. ഞങ്ങൾ അവിടെ കുറച്ച് താമസിച്ചു പോയി. അതിനകത്ത് കയറി ഇറങ്ങി എല്ലാം വരുമ്പോഴത്തേനും കുറച്ച് താമസിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. തിരിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോന്നു. ശ്രീഹരിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങ് പോന്നു. ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല, ശ്രീഹരിക്കാണ് എടുക്കാനുള്ളത്. താഴത്തെ ഫ്ലോറ് പെൺപിള്ളേരുടെയും മുകളിലത്തെയാണ് ആണുങ്ങളുടെയും. പക്ഷെ നമ്മൾ ആദ്യം താഴത്തെ ഫ്ലോറിൽ നടന്ന് എനിക്ക് നമ്മൾ കുറച്ചൊക്കെ നോക്കുമല്ലോ, ഒന്നും എടുക്കാനില്ല, ചുമ്മാ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കി വെച്ചു. പിന്നെ വല്ലതും കിട്ടുവാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ മുകളിൽ പോയി. മുകളിൽ ആണുങ്ങളുടെ ഇതിനകത്തുനിന്ന് പിന്നെ ശ്രീഹരിക്ക് വേണ്ടതൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ചുമ്മാ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വേറൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ചുമ്മാ അവിടെ നടന്ന് കുറച്ച് വീഡിയോയൊക്കെ എടുത്തു. പിന്നെ ഇപ്പോൾ ഫുൾ സ്റ്റുഡിയോ വന്നേ പിന്നെ ഇവിടെ വരത്തുള്ളൂ. ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് വേറെ എങ്ങും ഇടയ്ക്ക് മറ്റേത് മാക്സും ട്രെൻഡ്സൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ ഇതിനകത്താണ് മിക്കവാറും വരുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു 2-3 എണ്ണം ഉണ്ട്. ഇത് കുറച്ചുകൂടെ വലുതാണ്. ഇതിനകത്ത് 2 ഫ്ലോറും എല്ലാ തരവും ഉണ്ട്. പക്ഷേ ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ അത് ചെറിയ ഒരെണ്ണമാണ്, ചെറിയൊരു സെക്ഷനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ കുറവ് ഐറ്റംസേ ഉള്ളൂ. അവിടെ ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോവും. അല്ലാത്തപ്പോൾ എന്തെങ്കിലും ഇതായിട്ട് വേണമെന്നുള്ളപ്പം ഇവിടെയും വരും. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും എനിക്ക് നമ്മുടെ പച്ചക്കറി വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഇനി ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടം കൊണ്ട് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.